ഫേസ് പ്ലെയിൻ ട്രജക്ടറീസ് അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് UGC നെറ്റിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. എന്താണ് ഫേസ് ട്രജക്ടറീസ് എങ്ങനെ ഡ്രോ ചെയ്യാം, ഒരു ഗിവൺ പൊട്ടൻഷ്യലിന് എങ്ങനെ ഫേസ് ട്രജക്ടറീസ് നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫേസ് ട്രജക്ടറീസ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ട്രജക്ടറീസ് ആണ് XT ഡയഗ്രാംസ്. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള XT ഡയഗ്രാംസ്. അതായത് ഒരു ഗിവൺ ടൈമിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് നമ്മൾ ഡ്രോ ചെയ്ത് ഇത് കളക്ട് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ട്രജക്ടറീസിനെയാണ് നമ്മൾ XT ഡയഗ്രാംസ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് വരയ്ക്കാവുന്ന വേറൊരു കൈൻഡ് ഓഫ് ട്രജക്ടറീസ് ആണ് ആക്ച്വലി ഫേസ് സ്പേസ് ട്രജക്ടറീസ്. ഓർ ഇതിൽ നമ്മൾ വരയ്ക്കുന്നത് ഒരു പ്ലെയിനിൽ ഒരു X ആൻഡ് Y ആക്സിസ് ഉണ്ടെങ്കിൽ ഇതിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ എടുക്കുക ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് മൊമെൻറ്റവുമായിരിക്കും. ദാറ്റ് ഈസ് X ആൻഡ് PX വരയ്ക്കുന്ന ഡയഗ്രാംസിനെയാണ് നമ്മൾ ഫേസ് ട്രജക്ടറീസ് എന്ന് പറയുക. ഈ പ്ലെയിനിനെ, ഈ XPX പ്ലെയിനിനെ നമ്മൾ ഫേസ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫേസ് പ്ലെയിൻ ഉണ്ടെങ്കിൽ ഈ ഫേസ് പ്ലെയിനിൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കാം. ഇതൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് കറസ്പോണ്ട്സ് ടു വൺ X വാല്യൂ ആൻഡ് അനദർ PX വാല്യൂ. നമുക്കതിനൊരു ഇനിഷ്യൽ പോയിന്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഓർ ദ പാർട്ടിക്കിളിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഒരു പൊസിഷനും ആ പൊസിഷനിലെ മൊമെൻറ്റവുമാണ് നമുക്കിവിടെ തന്നിരിക്കും. അതായത് ഇതിനെ നമുക്ക് ഒരു X0 എന്നും ഇതിനെ എനിക്കൊരു PX0 എന്നും വിളിക്കും. ഇനി ഒരു ലേറ്റർ ടൈമിൽ, അതായത് ഇത് ഒരു ഡൈനാമിക്കൽ ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മാറി നമുക്ക് വേറൊരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വേറൊരു പൊസിഷനും വേറൊരു മൊമെൻറ്റും ഉണ്ടാവും. ദെൻ അനദർ പോയിന്റ്. അതായത് ഒരു മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡൈനാമിക്കൽ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഇൻ ദ ഫേസ് പ്ലെയിൻ. ആൻഡ് ഈ പോയിന്റ്സിനെ എല്ലാം കൂടി നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് എ ട്രജക്ടറി. ആൻഡ് ദിസ് പർട്ടിക്കുലർ ട്രജക്ടറി ഈസ് കോൾഡ് ഫേസ് ട്രജക്ടറീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു പൊസിഷനും ഒരു മൊമെൻറ്റവും എപ്പോഴും ഉണ്ടാവും. അപ്പം ഇതൊരു ക്ലാസിക്കൽ ഫേസ് സ്പേസ് ആണ് നമ്മൾ വരയ്ക്കുക. അപ്പം ക്ലാസിക്കൽ ഫേസ് പ്ലെയിൻ അല്ലെങ്കിൽ ഫേസ് സ്പേസിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു യൂണിക് പോയിന്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഈ യൂണിക് പോയിന്റ് എന്ന് പറഞ്ഞ വ്യത്യാസം എന്താ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത ക്ലാസിക്കലിലേക്ക് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊസിഷനും മൊമെൻറ്റവും എക്സാക്ട്ലി ഡിറ്റർമിൻഡ് ആണ്. പക്ഷെ നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഫേസ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എക്സോ PXോ ഉണ്ടാവാൻ പറ്റില്ല. കാരണം എക്സും PXും നമുക്ക് സൈമൾട്ടേനിയസ്ലി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ് ആക്യുറസിയിൽ നമുക്കിത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എക്സിൽ ഒരു ചെറിയ എറർ ഉണ്ടാവും, ഒരു Δx ഉണ്ടാവും, PXലും ഒരു Δx ഉണ്ടാവും. സോ വി ഗെറ്റ് എ സെൽ. ഇങ്ങനൊരു സെല്ലായിരിക്കും കിട്ടുക. ഈ സെല്ലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് Δx ഇൻറ്റു Δp എന്ന് പറയുന്ന H കട്ടിനോട് ഈക്വൽ ആയിട്ടുള്ള ഓർ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള ഒരു ഫേസ് സെല്ലായിരിക്കും കിട്ടുക. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതല്ല, ഒരു ക്ലാസിക്കൽ ഫേസ് സ്പേസ് ട്രജക്ടറീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഫേസ് സ്പേസ് ട്രജക്ടറിയിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുള്ളത്. ഫേസ് സ്പേസ് ട്രജക്ടറിയിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ XPX ഓർ ഫേസ് ട്രജക്ടറിയാണ് ഞാൻ ഈ വരയ്ക്കുന്നത് വിചാരിക്കാം. അത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ആൻഡ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ടൈമിനനുസരിച്ച് ഇതെങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഈ ആരോ കൊണ്ട് കാണിക്കുന്നത്. അതായത് ടൈം പോസിറ്റീവിലേക്ക് അല്ലെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, ഈ ട്രജക്ടറി എന്താണ് ഈ ഫേസ് സ്പേസിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ ആരോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു ഒബ്ജക്റ്റ് സപ്പോസ് ഇങ്ങനെ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ യു ഗോട്ട് സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് എൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറി എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ പോയിന്റ്, അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഒരു ഇനിഷ്യൽ പോയിന്റ് ഉണ്ട്. ആ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഇത് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പോവുകയാണ്. സപ്പോസ് ഇത് ഇനിഷ്യൽ പോയിന്റ് ആണ്, ഇവിടെ നിന്ന് ഇത് ഇവോൾവ് ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കാം. ഇനി ഈ രണ്ട്, അതായത് ഈ ഫേസ് ട്രജക്ടറീസ് ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിനെ ഞാൻ ഒരു ഇനിഷ്യൽ കണ്ടീഷനായിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പം ഈ പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു സിംഗിൾ പാർട്ടിക്കിളാണ്. ആ സിംഗിൾ പാർട്ടിക്കിളിന് രണ്ട് ഫേസ് സ്പേസ് ട്രജക്ടറീസ് അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് എയ്തർ ഇറ്റ് ക്യാൻ ഗോ ലൈക്ക് ദിസ് ഓർ ലൈക്ക് ദിസ്. പക്ഷേ നമുക്കറിയാം ഇതൊരു ഇനിഷ്യൽ കണ്ടീഷൻ ആണെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റിന് ഒരിക്കലും രണ്ട് ഡിഫറൻറ്റ് പാത്തുകൾ ഒരു ഫേസ് സ്പേസ് ട്രജക്ടറീസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് പാത്തുകളിലേക്ക് ഒരേ സമയം പോകാൻ പറ്റില്ല. സോ ഇത് ഒരിക്കലും പോസിബിൾ അല്ല ഫോർ എ സിസ്റ്റം. അതായത് ഫേസ് സ്പേസ് ട്രജക്ടറീസ്
do not intersect. ഓക്കെ, ഇനി നമുക്ക് ഫേസ് സ്പേസ് ട്രജക്ടറി ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലാണ്. നമുക്ക് ഹാർമോണിക് ഓസിലേറ്റർ നമുക്കറിയാം ഒരു പീരിയോഡിക് മോഷനാണ്, ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പീരിയോഡിക് മോഷനാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പീരിയോഡിക് മോഷൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്ലോസ്ഡ് ട്രജക്ടറി ആയിരിക്കും. സംതിങ് ലൈക്ക് ദിസ്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നമ്മൾ ഇതൊരു ഹാർമോണിക് ഓസിലേറ്റർ അല്ല, ജനറലി ഒരു പീരിയോഡിക് മോഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രജക്ടറി എപ്പോഴും ഇതായിരിക്കും, അതായത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ട്രജക്ടറി ആവും ഉണ്ടാവാം. നമുക്കിത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ളത് നമുക്ക് ഡ്രോ ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് അതെങ്ങനെ വരും നോക്കാം. അപ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡ് മാത്രമല്ല പറ്റുക, എക്സ് വൈ ഇസഡിന് പകരം ഇറ്റ് ക്യാൻ ബി സം ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് മൊമെൻറ്റ പി ഓർ പി ക്യൂ. Okay, so these are all QP diagrams. So this Q can be anything and its corresponding momenta can be drawn. So in general it is actually some QP diagrams, and for a particle in a dynamical motion we can take it as XPX or YPZ, YPY or ZPZ diagrams. That's all about this phase plane trajectories, and we will see how to draw a phase plane trajectory of a harmonic oscillator. ഇപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ ഫേസ് സ്പേസ് ട്രജക്ടറീസ് ഡ്രോ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ദറ്റ് ഈസ് വി ഹാവ് എ സ്പ്രിംഗ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മാസ് M. അപ്പം ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇതിരിക്കുന്നത് ഈ പോയിന്റിലാണെന്ന് വിചാരിക്കുക. ലെറ്റ് മീ മാർക്ക് ഇറ്റ് ആസ് x0. അപ്പോൾ x0 ആണ് എൻ്റെ ഇവിടെ നിന്ന് റെഫറൻസിൽ x0 ആണ് ലെങ്ത് എന്ന് വിചാരിക്കാം, അല്ലെ x0 ഞാനൊരു ഒറിജിനായിട്ട് വിചാരിക്കാം, x ആക്സിസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സ്പ്രിങ്ങിനെ ഞാൻ ഏതൊരു കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു വിചാരിക്കുക. ഈ സ്പ്രിങ്ങിനെ മൊത്തത്തിൽ, ഈ മാസിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു സം ടു അനദർ പോയിന്റ് A. ഈ മാസിനെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിനെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു ഇവിടെ പ്ലസ് എയിൽ വന്നെങ്കിൽ ഇവിടെ -A വരെ വരുന്ന ഒരു മൂവ്മെൻറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. സോ ദിസ് ടു ആൻഡ് ഫ്രോ മോഷൻ ഈ സിമ്പിൾ ഹാർമോണിക്. അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഈ x0 മുതൽ ഈ A വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ എന്ന് വിളിക്കുക. ആൻഡ് x0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ പോയി ദെൻ -A, ദെൻ തിരിച്ച് x0യിൽ എടുക്കുന്ന ടൈമിനെ നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാറുണ്ട്. ദെൻ അപ്പോൾ ഈ മൂവ്മെൻറ്റിനെ, ഈ -A to +A ഉള്ള മൂവ്മെൻറ്റിനെ എനിക്കൊരു എക്സ് ആക്സിസിൽ കാണിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് മൈ x0 ആൻഡ് ദിസ് ഈസ് A ആൻഡ് ദിസ് ഈസ് -A. ആൻഡ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാവുന്നത്, ഈ A എന്ന് പറയുന്ന ദീസ് ടു എക്സ്ട്രീം പോയിൻറ്റ്സ്, ഈ രണ്ട് പോയിൻറ്റ്സിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റീസ് 0 ആയിരിക്കും ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം. ആൻഡ് ഈ x0 എന്ന് പറയുന്ന സെൻറ്റർ പോയിന്റിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി മാക്സിമം ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഒറിജിനായിട്ടും ഈ x0യെ ഞാൻ ഒറിജിനായിട്ടും ദെൻ -A to +A ഇതാണ് എൻ്റെ മൂവ്മെൻറ്റ്. ആക്ച്വലി ഒരു പർട്ടിക്കുലർ എനർജിയിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഓസിലേഷൻ ഇങ്ങനെ ഗോ ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫേസ് സ്പേസ് ട്രാജക്ടറി എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ആക്ച്വലി ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഫോർ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ½ ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡ്രോ ചെയ്താൽ ഇങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് V of x ആൻഡ് ദിസ് ഈസ് ദ x. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ V of x ആണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ലെറ്റ് ഇറ്റ് കൈനറ്റിക് എനർജി ഈസ് ½ m ഇൻറ്റു ഈ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയാണ് നമ്മൾ പറയുന്നത്. സോ ½ m ഇൻറ്റു സം x.2. സോ ദ ടോട്ടൽ എനർജി സേ നമ്മളൊരു പർട്ടിക്കുലർ സിസ്റ്റം എടുക്കുകയാണ്, പർട്ടിക്കുലർ ഹാർമോണിക് ഓസിലേറ്റർ ഓഫ് ടോട്ടൽ എനർജി E എന്ന് വിചാരിക്കാം. ദാറ്റ് E ഈസ് ഈക്വൽ ടു ½ m x.2 പ്ലസ് ½ kx2 എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ദാറ്റ് എനർജി ഈസ് ഈക്വൽ ടു E. സോ ഒരു പർട്ടിക്കുലർ ഓസിലേറ്ററിന് ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഇനി നമുക്ക് ഈ ഇക്വേഷൻസിനെ നമുക്ക് വേണ്ടുന്നത് ഇവിടെ ഓൾറെഡി വി ഹാവ് ആൻ എക്സ് ആൻഡ് ആൻ എക്സ് ഡോട്ട്. എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എം എക്സ് ഡോട്ടാണ് നമുക്കറിയാം കറസ്പോണ്ടിങ് മൊമെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ മൊമെൻറ്റത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് വിത്ത് സം that is half m x dot square by m plus half k x square, and which is equal to this mx dot is the corresponding momentum or x in the corresponding momentum ആണ് px mx dot എന്ന് പറയുന്നത്, that is half m into px square by m plus half k x square, which is equal to E. So this is an equation. ഇപ്പോൾ നമുക്ക് എക്സും പി എക്സും എക്സും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടായി. ഈ ഇക്വേഷനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫേസ് ട്രജക്ടറി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാണ്. It is half px square by m plus half kx square is equal to E. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് പി എക്സ് സ്ക്വയർ ബൈ 2m ആൻഡ് ഈ എം കൂടെ ത്രൂ ഔട്ട് ഈ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം ദിസ് ബിക്കംസ് പി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2me പ്ലസ് x square divided by 2e by k is equal to 1, or we can write it in another way, that is this is root of 2me square plus root of 2e by k square is equal to 1, which is similar as x square by a square plus y square by b square is equal to 1, which is an ellipse. നമ്മൾ ഇപ്പം ഈ കിട്ടിയത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു എലിപ്സിൻ്റെ ഇക്വേഷനാണ്. സോ ഇതും എക്സും പി എക്സും കൂടെ ഡ്രോ ചെയ്താൽ നമുക്ക് കിട്ടുക ഒരു എലിപ്സ് ആയിരിക്കും. ആ എലിപ്സ് നമുക്ക് വരയ്ക്കാം. സോ സം എക്സ് ആക്സിസ് ആൻഡ് ദ കറസ്പോണ്ടിങ് മൊമെൻറ്റം ആക്സിസ് ആൻഡ് വി ഹാവ് ആൻ എലിപ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ എലിപ്സ് എന്ന് പറയുന്നത് സിമെട്രിക്കലായിട്ടുള്ളൊരു എലിപ്സാണ്. ഞാൻ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിലും. ആൻഡ് ഇതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡ് ദിസ് വിൽ ബി സം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ടൈമാണിത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2e by k ആണ് ഈ പോയിൻ്റ്. ആൻഡ് ദിസ് പോയിൻ്റ് ഈസ് റൂട്ട് ഓഫ് 2me എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് സ്പേസ് ട്രജക്ടറിയിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരയ്ക്കാൻ എത്രയേ ഉള്ളൂ. അപ്പം ഇതൊരു എലിപ്സ് ആണ്. ഒരു പർട്ടിക്കുലർ എനർജി ഇക്ക് ഞാനിത് ഡ്രോ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ആൻഡ് if for another energy, ഈ എനർജി നമ്മൾ E1 എന്ന് വിളിക്കുന്നു വിചാരിക്കാം. ഇറ്റ് ഈസ് E1, ഒരു പർട്ടിക്കുലർ എനർജി. ഐ ആം ടേക്കിംഗ് അനദർ എനർജി E2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ E1. സോ ഒരു E1നേക്കാൾ കൂടിയ E2 എന്ന് പറയുന്ന ഒരു എനർജിക്ക് ഞാനിത് വരച്ചാൽ നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ E1 ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും ആൻഡ് E1 ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യും നമുക്ക് മനസ്സിലാവും. അതായത് വേറൊരു എലിപ്സ് കിട്ടും വിത്ത് അനദർ എ ലാർജർ മേജർ ആക്സിസസ് ഓർ സെമി ആക്സിസ് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു ലാർജർ എലിപ്സ് ആയിരിക്കും വിത്ത് ദ സെയിം സെൻറ്റർ. സോ വി ഗെറ്റ് അനദർ എലിപ്സ്. സോ ദിസ് ഈസ് ഫോർ E1, ഇന്നർ എലിപ്സ് ഈസ് ഫോർ E1 ആൻഡ് ദിസ് ഈസ് ഫോർ E2. സോ ആസ് ദ എനർജി ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ increases, we get larger and larger ellipses. Okay. അപ്പോൾ ഫേസ് സ്പേസ് ട്രജക്ടറീസ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫേസ് സ്പേസ് ട്രജക്ടറി എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് മൂവ്മെൻ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. ആ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫേസ് സ്പേസ് ട്രജക്ടറീസ് ജസ്റ്റ് ഈ ഷേപ്പ് മാത്രമല്ല, ഇതിനകത്ത് ആരോ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സാക്ട്ലി ഈ മൂവ്മെൻറ്റ് എങ്ങനെയെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കിതിൻ്റെ ഡയറക്ഷൻ, ദാറ്റ് മീൻസ് ഇതിനകത്ത് ഇപ്പം ഒരു നോക്കാം, ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്കിതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. So we have an ellipse like this. This is x and this is px and these are the extreme points. So ഇതൊരു
ട്രജക്ടറിയാണ്. ഈ ട്രജക്ടറിയുടെ ഫുൾ മീനിങ് കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ആരോ കാണിക്കണം. അതായത് ഇത് ഏത് ഡയറക്ഷനിലാണ് സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി either I can put it a clockwise arrow or an anti clockwise arrow. സോ ഏത് ഇടണം എന്നുള്ളത് നമുക്ക് ഈ പർട്ടിക്കുലർ മോഷനെ ഒന്നുകൂടി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഓക്കെ, ഈ ഒരു എക്സ് ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് ഈസ് -a ആൻഡ് ദിസ് ഈസ് a. ഇൻ ബിറ്റ്വീൻ ദീസ് പോയിൻറ്റ്സ് ആണ് ഇത് ആക്ച്വലി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒറിജിനിൽ നിന്ന് തുടങ്ങുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പം സപ്പോസ് ഇങ്ങനെ വിചാരിക്കാം, ഞാൻ ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ ഞാൻ ഇവിടെ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വിടുകയാണെന്ന് വിചാരിക്കാം. അപ്പം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പൊസിഷൻ, അതായത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഈ മാസ് ഇരിക്കുന്നത് ഇവിടെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പൊസിഷൻ ഈസ് എ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, അതായത് ഈ ആക്സിസിൽ ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് സ്പേസ് ട്രജക്ടറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്ന ഇതാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ ഞാൻ കാണിക്കുന്നത് ഈ പോയിൻ്റ് ആയിരിക്കും. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് പോയിന്റ്. എനിക്ക് വേണം ഇതിനെ എ എന്ന് മാർക്ക് ചെയ്യും. ഇനി അങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ ഞാൻ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ദാറ്റ് ഈസ് നെഗറ്റീവ് എക്സ് ആക്സിസിൽ ഇത് മൂവ് ചെയ്യും. നെഗറ്റീവ് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി 0, അത് 0-ൽ നിന്ന് ഇതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ മാസ് മൂവ് ചെയ്യുന്ന ഇങ്ങോട്ടാണ്. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് റൈറ്റിലേക്ക് ആൻഡ് നെഗറ്റീവ് എക്സ് ആക്സിസ് ഈസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അതായത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. സോ ഇറ്റ്സ് വെലോസിറ്റി ഈസ് നെഗറ്റീവ്, സോ ദ കറസ്പോണ്ടിങ് മൊമെൻറ്റം ഈസ് ആൾസോ നെഗറ്റീവ്. അതായത് ഇവിടെ നിന്ന് മൊമെൻറ്റത്തിൻ്റെ വാല്യൂ, അതായത് ഞാൻ ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻറ്റത്തിൻ്റെ വാല്യൂന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഇനിയുള്ളത് നെഗറ്റീവ് ആക്സിസിലാണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഓൾസോ ഇൻക്രീസിങ്. അതായത് ഇത് നെഗറ്റീവ് എക്സ് ആക്സിസിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റമാണ്, ഓർ പി എക്സ് ഈസ് ഇൻക്രീസിങ് ടുവേർഡ്സ് ദ നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൊമെൻറ്റം നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് താഴേക്ക് വരണം. മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മൊമെൻറ്റം പോസിറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണം. പക്ഷേ ഇവിടുന്ന് റൈറ്റിലേക്ക് അല്ല ഇത് പോവുക. ഇത് പോകുന്നത് ഇവിടെ നിന്ന് ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഒറിജിനിലേക്കാണ് തിരിച്ചു വരിക. അപ്പോൾ ഒറിജിനിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ മൊമെൻറ്റം മാക്സിമം, അല്ലെങ്കിൽ മൊമെൻറ്റം മാക്സിമം ആവുന്നു ഒറിജിനിൽ എത്തുന്ന സമയത്ത്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഹിയർ. അപ്പോൾ ഇവിടെ ഒറിജിനിൽ എത്തുമ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം മാക്സിമം ആയി. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല. എന്ത് സംഭവിക്കും? ഈ മൊമെൻറ്റം ഇവിടെ വന്ന് മാക്സിമം ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത് മൂവ് ചെയ്യും. അതേ വിത്ത് ദാറ്റ് മൊമെൻറ്റം ഓർ വിത്ത് ദാറ്റ് മാക്സിമം കൈനറ്റിക് എനർജി. ആ മാക്സിമം കൈനറ്റിക് എനർജിയിൽ അത് വീണ്ടും ലെഫ്റ്റിലേക്ക്, അതായത് നെഗറ്റീവ് മൊമെൻറ്റത്തോടു കൂടി വീണ്ടും അത് മൂവ് ചെയ്ത് -a എന്ന് പറയുന്ന പോയിന്റിലെത്തും. അപ്പോൾ -a എത്തുന്ന സമയത്ത് ഒരു കാര്യം കൂടി നമുക്ക് വേറൊരു രീതിയിൽ എനർജിയുടെ ബേസിൽ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദ 0 കൈനറ്റിക് എനർജി. ഇവിടെ വരുമ്പം പൊട്ടൻഷ്യൽ എനർജി ഈസ് കൈനറ്റിക് എനർജി ഈസ് ദ മാക്സിമം, ഓർ ഓൺലി ഇറ്റ് ഹാസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നു. ദെൻ ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ച്. ഓക്കെ, അങ്ങനെ ഇത് ഈ പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇത് റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ നിന്ന് ഞാനിത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ പോയിൻ്റാണ് ഇത്. അപ്പം ഇവിടെ ദിസ് ഈസ് -a. ഇവിടെ നിന്ന് ഞാനിത് റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുക, ഇത് വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യുന്നത് +x ആക്സിസിലാണ്. ദാറ്റ് മീൻ ഇറ്റ് ഹാസ് ടു ഇൻക്രീസ്. അതായത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തെങ്കിലേ മൊമെൻറ്റം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുള്ളൂ, പോസിറ്റീവ് ആക്സിസ്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പർട്ടിക്കുലർ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഫേസ് സ്പേസ് ട്രജക്ടറിയുടെ ഡയറക്ഷൻ തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇതിനകത്തുനിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു കേസാണ് ഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിൽ ഉള്ള ട്രജക്ടറി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. എന്ത് ചെയ്യും? ഓരോ സൈക്കിൾ കഴിയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ എനർജി ലോസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കൈൻഡ് ഓഫ് ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സിമ്പിൾ പെൻഡിലുണ്ടെന്ന് വിചാരിക്കുക. ഈ സിമ്പിൾ പെൻഡിലത്തിന് എയറിന് പകരം അത് വാട്ടറിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിലൊക്കെ, അല്ലെങ്കിൽ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനകത്ത് ഈ മാസിനെ ഞാനൊരു ഹൈലി വിസ്കസ് മീഡിയത്തിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെയുള്ള കേസിൽ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ്, അല്ലെങ്കിൽ ഇതൊരു ഹൊറിസോണ്ടൽ ഫ്ലോറിലിരിക്കുകയാണ്, ഫ്ലോറിൻ്റെ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് എനർജി ഓരോ മൂവ്മെൻറ്റിലും, ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ മൂവ്മെൻറ്റിൽ എനർജി ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പം ടോട്ടൽ എനർജി കുറയുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കർവ്സാണ് യൂഷ്വലി കിട്ടുക. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം XPX ഗ്രാഫിൽ ഒരു പർട്ടിക്കുലർ എനർജി, ഒരു മാക്സിമം എനർജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കാം. അപ്പം ഇത് ഒരു അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നോർമൽ ഓസിലേറ്റർ ആണെങ്കിൽ തിരിച്ചിവിടെ എത്തിയേനെ. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിങ്ങനെ കറങ്ങി വരുന്ന വഴിക്ക് ഇതിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനർജി കുറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സിസുകൾ, അതിൻ്റെ സെമി മേജർ ആക്സിസും മൈനർ ആക്സിസും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് എനർജി ടൈംസ് രണ്ടെണ്ണം ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇത് കണ്ടിന്യൂസ്ലി ഇതിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ വി ഗെറ്റ് സംതിങ് എ കൈൻഡ് ഓഫ് സ്പൈറൽ ടുവേർഡ്സ് ദ സെൻറ്റർ. സോ ഇതാണ് ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ കേസിൽ ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഓസിലേറ്ററിൻ്റെ കേസിൽ, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇത് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്ര എളുപ്പമായത്. പക്ഷേ മറ്റ് പല സിസ്റ്റംസിൻ്റെയും പൊട്ടൻഷ്യൽസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് സ്പേസ് ട്രജക്ടറി ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പം അത്തരം സിസ്റ്റംസിൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറീസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.